മതങ്ങളും ആരാധനാ സമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും. ഭാഗം 2. വാൽ നീട്ടാനും ഉയരങ്ങളിലേക്ക് ചാടിക്കയറാനും ഇറങ്ങാനുമൊക്കെ കഴിവുള്ള ശക്തിമാനായി സങ്കല്പിക്കപ്പെടുന്ന ഹനുമാന്റെ ആരാധക ജീവനുകൾക്ക് ലഭിക്കുന്ന ഗുണം ഒരു മരംകേറിയുടേതോ വൈരൂപ്യം ബാധിച്ച മനുഷ്യരൂപമോ ഒക്കെ ആകാവുന്നതാണ്. ഹനുമാൻ എന്ന ശേഷി യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല എങ്കിൽ പോലും അത്തരം സങ്കല്പത്തിലൂടെ ആരാധിക്കുന്ന ജീവനുകൾക്ക് അങ്ങനെയൊക്കെ ലഭ്യമാവുകയുള്ളൂ എന്ന് വരുന്നു. ക്രൂര ജീവിയായ പാമ്പിനെ ഭയം നിമിത്തമാണെങ്കിൽ കൂടി ആരാധിക്കുന്നത് വഴി അതിനൊത്ത ദോഷങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ നിവൃത്തിയില്ല. വിഷം വമിക്കുകയും ആക്രമിക്കുകയും മാത്രം ചെയ്യുന്ന ബുദ്ധിയും വിവേകവുമില്ലാത്ത പാമ്പ് എന്ന അവസ്ഥയിലുള്ള ജീവനുകൾക്ക് അവയേക്കാൾ വളരെയേറെ ഉയർന്ന മനുഷ്യജീവനുകൾക്ക് വേണ്ടി എന്ത് നന്മയാണ് ചെയ്യാനാവുക എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഈ ആരാധനാ സമ്പ്രദായം നിമിത്തമായി വിഷതരമായ അനുഭവങ്ങളല്ലാതെ വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും കാലപ്പഴക്കത്തിലൂടെ മറ്റെന്തെങ്കിലും വന്നുപെടാൻ സാധ്യമാവുമോ? ഒരു ജീവൻ നന്മയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് മരിച്ചതിന് ശേഷം സ്വാഭാവികമായി തന്നെ ആ ജീവൻ തുടർന്നിരുന്ന സങ്കല്പങ്ങളുടെയും പ്രവൃത്തികളുടെയും വാസനകളുടെയും ഒക്കെ ഗുണത്തിനൊത്ത് മരണാനന്തരം ബന്ധുക്കളുടെയും പിൻതുടർച്ചക്കാരുടെയും അനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രാപഞ്ചിക നിയമം ആയി തന്നെ സംഭവിക്കുന്ന ജീവബന്ധം എന്ന ഒഴിവാക്കാനാവാത്ത സ്വാധീന നിമിത്തം തലമുറകൾ കഴിയുമ്പോഴെങ്കിലും പോയ തലമുറകളുടെ സങ്കല്പങ്ങളും ചെയ്തികളും പിന്മുറക്കാരുടെ ദുരിതാനുഭവങ്ങളുടെ കാരണമായി തീരുകയും ചെയ്യുന്നു. പിതൃഭാവത്തിൽ നിലകൊള്ളുന്ന ജീവനുകളുടെ സങ്കല്പങ്ങളുടെയും ചെയ്തികളുടെയും ഫലമായി ജീവിച്ചിരിക്കുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് പക്ഷേ ദുരന്തങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന ആരാധനാമൂർത്തിയെ ഒഴിവാക്കാം എന്ന് വിചാരിച്ചാൽ സാധിക്കുകയുമില്ല. കാരണം ആ ആരാധന സങ്കല്പങ്ങൾ എന്നത് തലമുറകളായി പിതൃക്കളായി സ്വാധീനമായി നിലകൊള്ളുന്ന അവസ്ഥയാണ്. പിതൃനില എല്ലായ്പ്പോഴും ജീവിച്ചിരിക്കുന്നവർക്ക് മേലുള്ള സൂക്ഷ്മ സ്വാധീനം ആയിരിക്കുന്നതുകൊണ്ട് പിൻഗാമികളായി ജനിക്കുന്ന ജീവനുകൾ സ്വയം അറിയാതെ പോയ കാലത്തിന്റെ സങ്കല്പ വൈകൃതങ്ങളിലേക്ക് നയിക്കപ്പെട്ട് കൊണ്ടുമിരിക്കും. ആചാര അനുഷ്ഠാന തൽപരരും അല്പമൊക്കെ അറിവുണ്ടായിരുന്നവരുമായ പിതൃക്കൾ കർമ്മ സങ്കല്പങ്ങളുടെ ഫലമായി സ്വയം അറിയാതെയാണെങ്കിൽ പോലും ദുഷ്ടശക്തികളായി തീരുകയും സൂക്ഷ്മതലങ്ങളിൽ നിലകൊള്ളുന്ന ആ ശേഷികളെ തൃപ്തിപ്പെടുത്തുകയും എന്ന നിലയിൽ സംഭവിച്ച വിചാരപരമായ ഒരു പരാജയത്തെയാണ് സർപ്പാരാധനയിലൂടെ കാണാനാവുന്നത്. തലമുറകളുടെ ആരാധനാ രീതികൾ കൊണ്ട് പകർന്നു കിട്ടുന്ന അനുഭവ ദോഷവും ഗതികേടിൻ്റെതായ അവകാശവും സ്വന്തം ജീവന്റെ ശേഷിക്കുറവും ഒത്തുചേരുമ്പോൾ മറ്റൊരു മാർഗം നന്മയുള്ളതും ഗുണകരവും ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ അതിലൂടെ പ്രവർത്തിച്ച് അത്ര എളുപ്പം മുന്നേറുന്നതിന് സാധ്യമായി വരികയുമില്ല എന്ന് മനസ്സിലാക്കാനാവുന്നു. താരതമ്യേന മേന്മയുള്ള പുതിയൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാകട്ടെ പരമ്പരാഗത ആരാധനാ സങ്കല്പങ്ങളായി നിലകൊള്ളുന്ന സൂക്ഷ്മ ശക്തികൾ പ്രകോപിതരാവുകയും ഉപദ്രവിക്കുകയും ചെയ്യുക സ്വാഭാവികം മാത്രമാണ്. പിതൃനിരയുടെ കർമ്മ സങ്കല്പ ദോഷങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് അപകടങ്ങളും പീഡനങ്ങളും കലഹങ്ങളും ഒക്കെയായി അനുഭവത്തിൽ വരുന്നുവെങ്കിലും ആ ദുരന്തങ്ങളുടെ കാരണം സ്വാധീനമായി നിലകൊള്ളുന്ന സൂക്ഷ്മ ശക്തികളാണെന്ന് തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സൂക്ഷ്മതരമായി പിൻതുടർച്ചാവകാശമായി ലഭിക്കുന്ന അനുഭവഗതി മാറ്റമേതുമില്ലാതെ ചിലപ്പോൾ തലമുറകളിലൂടെ തുടർന്നുകൊണ്ടുമിരുന്നേക്കാം. ഇവിധത്തിൽ നീചശക്തികളെ ആരാധിക്കുന്ന ജീവനുകൾക്ക് ലഭ്യമാവുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളും അതിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടുന്നത് മാനഹാനിയും കൊടിയ പീഡനങ്ങളും അപകടങ്ങളും ഒക്കെ ആയി വരികയും ചെയ്യുന്നു.
സൂക്ഷ്മ ശക്തികളെ കടന്നുപോകാൻ കഴിയാത്ത ദുർബല ജീവനുകൾക്ക് സാമൂഹികമായ സാഹചര്യങ്ങളിൽ നിന്ന് അല്പം അറിവാകുന്ന വെളിച്ചം ലഭിച്ചാൽ തന്നെ മിക്കപ്പോഴും അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയാതെ നിസ്സഹായരാവുകയും മുമ്പുണ്ടായിരുന്ന ശക്തികളെ പ്രീതിപ്പെടുത്തി നിൽക്കുന്നതിന് മാത്രം കഴിയുന്ന സ്ഥിതി തുടരുകയും ചെയ്യുന്നു. സൂക്ഷ്മലോകം നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ സ്വാധീനം കാരണമായി നന്മ തേടി സനാതനവും ഗുണകരവുമായ ഒരു ആശയത്തിലേക്കും പ്രവർത്തന ഗതിയിലേക്കും തിരിയുന്ന ജീവനുകൾക്ക് പ്രവർത്തനം എന്ന നിലയിൽ ആദ്യകാലം പീഡനങ്ങളുടേതും കഷ്ടപ്പാടുകളുടേതും ആയിത്തീരുകയും ചെയ്യും. ജീവന്റെ പരിചയക്കുറവും ഉയർന്ന നിലവാരമുള്ളതിനെ എടുത്തുപയോഗിക്കാനുള്ള ശേഷിക്കുറവും കാരണമായി ഉന്നത നിലവാരമുള്ള ഏതൊരു ആശയത്തിന്റെയും വ്യാപനവും പ്രാവർത്തികമാക്കലും തുടക്കത്തിലെ കഷ്ടപ്പാടുകളിലൂടെയും സാവധാനത്തിൽ മാത്രം മുന്നേറുന്ന വിധത്തിലും ആയിരിക്കുന്നതായി കാണാനാവുന്നു. ബുദ്ധന്റെയും മോസസിന്റെയും യേശുവിന്റെയും നബിയുടെയും നാരായണ ഗുരുവിന്റെയും എല്ലാം ആശയങ്ങളും പരമ്പരകളും മുൻപറഞ്ഞതിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ആരാധിക്കുക എന്നതിലൂടെ ജീവൻ സൂക്ഷ്മതരമായി അധീനപ്പെടുക എന്ന ഫലമാണ് ലഭിക്കുന്നത്. ആരാധന നടക്കുന്നതാകട്ടെ മനസ്സുകൊണ്ടും ജീവപ്രവർത്തനം കൊണ്ടും ആയിരിക്കുകയും ചെയ്യുന്നു. സൗരയൂഥ സംവിധാനത്തെ ഉപയോഗിച്ചുള്ള പ്രപഞ്ചത്തിന്റെ സവിശേഷ പ്രവർത്തനത്തിലൂടെ ഊർജ വൈവിധ്യ സംഗമ വൈഭവമായി ഉത്ഭവിച്ച ജീവനും ജീവന്റെ വിദൂര സംവേദന മാധ്യമമായ മനസ്സും മറ്റൊരു ശേഷിക്ക് അധീനപ്പെടുകയും ആ ശേഷി ദുഷ്ടശക്തിയായിരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് സംഭവിക്കുന്നത് ആരാധിക്കപ്പെടുന്ന ശക്തിയും ആരാധിക്കുന്ന ജീവശേഷിയും ചേർന്ന് പ്രകൃതിയിൽ നിറയുന്ന ഗതികേടായി വികസിക്കുന്നു എന്നതാണ്. ആരാധിക്കുന്ന ജീവനുമേലുള്ള സ്വാഭാവികമായ നിയന്ത്രണവും അവകാശവും ആരാധിക്കപ്പെടുന്ന ശക്തിക്കായതുകൊണ്ട് ദുഷ്ടശക്തിയെ ആരാധിക്കുന്ന ജീവനിൽ യോഗ്യതകളുടേതായ യാതൊന്നിനും നിലനിൽപ്പില്ലാതെ വരികയും ചെയ്യുന്നു. ഊർജത്തെയും മനസ്സിനെയും ജീവനെയുമെല്ലാം സങ്കല്പവും അനുഭവങ്ങളും കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും എന്തുതന്നെയായും പരിവർത്തിതമാക്കാൻ സാധ്യമായിരിക്കുന്ന സ്ഥിതിക്ക് ആരാധക ജീവന്റെ മേലുള്ള സ്വാധീനം ആരാധ്യ ജീവനിൽ വന്നു ചേരുക തന്നെ ചെയ്യുന്നു. ജീവനുകൾ നല്ല ശേഷിയെ ആരാധിക്കുന്നതിൽ നിന്ന് സദ്ഗുണം കൊണ്ട് പ്രകൃതി നിറയുന്നതായി വരുന്നുവെന്നും മനസ്സിലാക്കാനാവുന്നു. അത് തലമുറകളുടെ നന്മയും ഭാഗ്യവും ആയിത്തീരുന്നു. ജന്മാന്തരങ്ങൾ കടന്നുപോകുന്ന ജീവിതം കൊണ്ട് ആർജിച്ച കർമ്മശേഷിയും പുണ്യവും അരുതാത്ത സങ്കല്പങ്ങളിലൂടെ പ്രവർത്തിച്ച് മരിക്കുകയും ആ ശക്തമായ കർമ്മശേഷികളെ ഉൾക്കൊണ്ട് ജീവൻ സൂക്ഷ്മതരമായി നിലകൊള്ളുകയും ജീവിച്ചിരിക്കുന്നവരിൽ ദുഷ്കർമ്മങ്ങൾക്ക് പ്രേരകമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് പൈശാചിക ശക്തികൾ എന്നത്. പൈശാചിക ശക്തികളും നന്മയുടെ ശക്തികളും എന്നത് ഇല്ലാത്തതാണെന്നും ഇവയെല്ലാം മനസ്സിന്റെ തോന്നലുകളും പരമ്പരാഗതമായി തുടരുന്ന ധാരണകളുടെ വൈകല്യങ്ങളുമാണ് എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവനെ അറിയാനുള്ള കഴിവില്ലായ്കയും അനുഭവമില്ലായ്കയും നിമിത്തം ഇങ്ങനെയുള്ള സൂക്ഷ്മതരമായ സത്യങ്ങളെ നിഷേധിക്കാം എന്നു മാത്രം. എന്നാൽ ജീവനെക്കുറിച്ചുള്ള നിലവിലെ അറിവ് പരിമിതമായതുകൊണ്ട് തന്നെ ജീവന്റെ മരണാനന്തര ശേഷിയെ നിഷേധിക്കുന്ന കാഴ്ചപ്പാട് തെറ്റെന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള സ്ഥിതിയുമാണ് ഉള്ളത്. പ്രപഞ്ചത്തിന്റെ നിറവായിരിക്കുന്ന സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് നേടാവുന്ന അറിവുകളും പ്രബോധനങ്ങളുമല്ലാതെ മറ്റൊന്നും തന്നെ ഒരു ജീവനും മനസ്സിനും ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും എടുത്ത് പ്രവർത്തിക്കുന്നതിനുമായി ഉണ്ടാകുന്നില്ലാത്ത സ്ഥിതിക്ക് പൈശാചികാവസ്ഥ സൂക്ഷ്മതലങ്ങളിൽ വിലയം പ്രാപിച്ചിരിക്കുന്നത് പോലെ തന്നെ പൈശാചികാനുഭവ നിഷേധത്തിൻ്റെതായ മനോനിലയും പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ജീവന് ലഭ്യമാകുന്നതുകൊണ്ട് നിഷേധിക്കുന്നവരുടെ ഭാഗവും ആ അറിവ് എത്തി നിൽക്കുന്നിടത്തോളം മാത്രമുള്ള ശരിയായി തന്നെ വരുന്നു. എന്നാൽ സൂക്ഷ്മതരമായുള്ള ജീവന്റെ നിലനിൽപ്പും സ്വാധീനവും സംഭവിക്കുന്നില്ല എന്നുള്ള വാദവും അതിന്റെ ശരിയും എന്നത് ആ ജീവനുകൾ എത്തി നിൽക്കുന്നതും അറിയുന്നതുമായ അല്പമായ മണ്ഡലത്തോളം മാത്രമാകുന്നു.